CPI മന്ത്രിമാരെ പിൻവലിക്കുമോ, അല്ലെങ്കിൽ CPI മന്ത്രിസഭയെ വെളിയിൽ നിന്ന് പിന്തുണയ്ക്കുമോ, അതല്ല കടുത്ത നടപടിയിലേക്ക് CPI പോകുമെന്നൊക്കെ ആളുകൾ. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ ലോകത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്താണ് PM ശ്രീ? 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് PM ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിംഗ് സ്കൂൾ എന്ന പദ്ധതി. ഇന്ത്യയിലെ ഏകദേശം 14,500ഓളം സ്കൂളുകളാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിന് 10 മാനദണ്ഡങ്ങളാണുള്ളത്. സ്വന്തമായ കെട്ടിടം വേണം, സ്കൂളിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം വേണം, നല്ല മനോഹരമായ സുഗമമായ വഴി വേണം, കറണ്ട് വേണം, വെള്ളം വേണം. അതുള്ള 10 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. അതുപോലെ സംസ്ഥാന സ്കൂൾ ശരാശരിയേക്കാട്ടിൽ കുട്ടികൾ അവിടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ കുട്ടികളിലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ID കാർഡ് വേണം എന്നീ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ ഏകദേശം 1,20,00,000 രൂപയാണ് ഇത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് കൊടുക്കുന്നത്. ഇതിൽ 60% പൈസ കേന്ദ്ര ഗവൺമെൻറ്റും 40% പൈസ സംസ്ഥാന ഗവൺമെൻറ്റുമാണ് മുടക്കുന്നത്. പക്ഷേ ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഏകദേശം 1888ഓളം സ്കൂളുകൾ ആ പദ്ധതി അവർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് പാർട്ടിക്കും ഇതിന് എതിരായ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. RSSൻ്റെ കാവ്യവൽക്കരണമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീ പിണറായി വിജയൻ SFIയുടെ അഖിലേന്ത്യാ കോൺഫറൻസിൽ വെച്ച് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ പരാമർശങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചത്. ഇത് RSSൻ്റെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തെ നശിപ്പിക്കുന്ന സമീപനമാണ് NDPയുടെ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം അതിൽ പ്രസംഗിക്കുകയും ചെയ്തു. ആ 8 മാസങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും പ്രശ്നമുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ ഘടകകക്ഷിയായ CPIയുടെ മന്ത്രിമാരെ അറിയിക്കാതെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ മുന്നണിയുടെ ആളുകളെ അറിയിക്കാതെ ഈ പദ്ധതി ഒപ്പുവെച്ചതിൻ്റെ പേരിൽ CPI വലിയ പ്രതിഷേധമായി മുന്നോട്ട് വരികയാണ്. ഈ വിഷയത്തിൽ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ശ്രീ MA ബേബി, കേരളക്കാരനായ ശ്രീ MA ബേബി അടക്കമുള്ള ആളുകൾ മൗനത്തിൽ തുടരുന്നത് പോലും CPIയിൽ വലിയ അമർഷമുണ്ടായിരിക്കുകയാണ്. എന്തായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു. അതിൻ്റെ ഭാഗമായി CPMൻ്റെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടുകയാണ്. ചില ആളുകൾ പറയും CPI മന്ത്രിമാരെ പിൻവലിക്കുമോ, അല്ലെങ്കിൽ CPI മന്ത്രിസഭയെ വെളിയിൽ നിന്ന് പിന്തുണയ്ക്കുമോ, അതല്ല കടുത്ത നടപടിയിലേക്ക് CPI പോകുമെന്നൊക്കെ ആളുകൾ പത്രങ്ങളിലുമൊക്കെ ഇങ്ങനെ വിമർശനം തൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പത്രങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, ദൃശ്യമാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോളോ ഒരു ചർച്ചയോ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം CPIക്ക് അത്ര കണ്ട് ശക്തി ഈ വിഷയത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം പഴയ CPI അല്ല, CPI വളരെ ദുർബലമാണ്, CPIയുടെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അതുകൊണ്ട് CPI തീർച്ചയായും ഈ വിഷയത്തിൽ CPMന് കീഴടങ്ങുന്ന ഒരു സമീപനം തന്നെ ആകുമെന്നുള്ള യാതൊരുക്കുമില്ല. കാരണം ഈ പദ്ധതി ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇതിൽ നിന്നും CPIന് മുന്നോട്ട് പോകാതെ പിറകോട്ട് വരികയുള്ള സാഹചര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി കഴിഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഞങ്ങൾ ഈ പദ്ധതിയുമായി ഒപ്പുവെച്ചെങ്കിലും ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ശുദ്ധമായ വിഡ്ഢിത്തരമാണ്. കാരണം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയാൽ ഈ വിഷയത്തിൽ നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ. PM ശ്രീ സ്കൂളിൽ നിന്ന് എഴുതി വെച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിൻ്റെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പരിഷ്കരിച്ച് മുന്നോട്ട് പോയി പദ്ധതി നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ. അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് കൃത്യമായി MOയിൽ തന്നെ പറയുന്നുണ്ട്. അതിന് ആ MOയിൽ ഒരു മാറ്റം വരുത്തുവാനും സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല എന്ന അവസരത്തിലാണ് ശിവൻകുട്ടി പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഇതിൽ ഈ ഒപ്പിട്ടതിൽ ഒരു ന്യായം പറയുന്ന ഏകദേശം 1470 കോടി രൂപയാണ് നമുക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. ഇത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട പൈസയാണെന്ന് പറയുന്നു. സർവശിക്ഷ അഭിയാൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്നു. ആ പണം ലഭിക്കണമെങ്കിൽ ഈ PM ശ്രീയുടെ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നു. പക്ഷേ തമിഴ്നാടും പശ്ചിമ ബംഗാളൊക്കെ ഉള്ള സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് നടത്തുകയാണ്. അപ്പോഴാണ് വളരെ വിചിത്രമായ വാദഗതിയുമായി
ഈ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തനം പറയുകയുണ്ടായി, RSSൻ്റെ കാവ്യവൽക്കരണം തന്നെയാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ ഭാഗമായി ചരകനെയും കൗടില്യനെയും വരാഹമിഹിരനെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ അവർ ഉൾപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവനയ്ക്ക് ചുവട് പിടിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഒരു സമീപനമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, കോൺഗ്രസ് തമസ്കരിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് നിരസിച്ച ഹെഡ്ഗേവാറിനെയും ഗോൾബക്കറെയൊക്കെ ഞങ്ങൾ ഇനിയും പഠിപ്പിക്കും, അവരെയൊക്കെ ചരിത്ര പുസ്തകത്തിൻ്റെ പാഠമാക്കും. കോൺഗ്രസിൻ്റെ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും മാത്രമല്ല ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള പാഠപദ്ധതി ഞങ്ങൾ പഠിപ്പിക്കും, അതിനാർക്കാണ് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ച് രാഷ്ട്രീയപരമായ മാനം വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അജണ്ട എന്ന് കൃത്യമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. BJPയുടെ പല വക്താക്കളും ചാനൽ ചർച്ചകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആ കാര്യം തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇതിലൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ നേതൃത്വമുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ CPI CPIM ഉള്ള ഇടതുപക്ഷ പാർട്ടികൾ ഇതിനെ ഇക്കാലം അത്രയും ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അവസാന നിമിഷം ഒരു 10,000 കോടി രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ CPM BJPയുമായി വഴങ്ങുന്നു എന്ന ആരോപണമാണ് CPIക്കുള്ളത്. അതുമാത്രമല്ല, മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകളോട് അവർ കാണിച്ച അനീതിയാണെന്നല്ലെങ്കിൽ വഞ്ചനയാണെന്നുള്ളതും യാതൊരു തർക്കവുമില്ല. എന്തായാലും പൊതുസമൂഹം ഈ കാര്യത്തിലൊക്കെ വിലയിരുത്തൽ നടത്തട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നു, വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകത്തില്ല. കാരണം CPIക്ക് CPM എതിർക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ അവസാനം അവർ വഴങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാകുന്ന നയമാണ്. ആ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കാനുള്ള സമീപനമായി മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ നേതാവായ അല്ലെങ്കിൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു പ്രസ്താവന ഉണ്ടായി. 2024 ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു ED സമൻസ് വന്നിരുന്നു. അതിപ്പോൾ സമൂഹത്തിലേക്ക് ഇപ്പോൾ ഈ 2025 ഉയർന്നു വന്നു. പക്ഷേ ആ ഉയർന്നു വന്നത് BJPക്കാർ മനഃപൂർവ്വമായി ഉയർത്തിക്കൊണ്ടുവന്നതാണെന്നും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദി അമിത്ഷായെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഈ വിഷയമായി ബന്ധപ്പെട്ട് സെറ്റിൽമെൻറ്റ് പോകുന്ന സമീപനമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് BJPയുടെയും CPMൻ്റെയും രഹസ്യ ധാരണയുടെ ഭാഗമാണ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെ തെളിവുകളല്ല, ഇതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. പക്ഷേ ആ രാഷ്ട്രീയ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും CPI LDF മുന്നണിയിൽ നിന്നും മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങളുമാണ് തീരുമാനങ്ങൾ അഭിപ്രായങ്ങൾ പറയേണ്ടത്. തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.